ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ദീപാവലി ദിവസമാണ് കേട്ടോ. നല്ല മഴയുമായിരുന്നു. നമ്മുടെ നാട്ടിൽ തുലാവർഷം തുടങ്ങുന്ന പോലെ ചെന്നൈയിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുടങ്ങുന്ന സമയമാണിത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ദീപാവലിക്ക് വേണ്ടി പോയതായിരുന്നു. അവിടെ അവർ നല്ലോണം വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് തോരണങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ തോരണങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ വീടിൻ്റെ വാതിലിൻ്റെ മുന്നിൽ തൂക്കിയിടാൻ വേണ്ടിയാണ്. മാവിലയും കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. പിന്നെ അവിടെ കോലമൊക്കെ വരച്ച് എല്ലാവരും കുളിച്ചതിന് ശേഷം അവർ ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവപ്രാർത്ഥനയിൽ അവർക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു സംഭവമാണ് ഈ പടയ്ക്കൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം ദൈവത്തിന് പടച്ചിട്ട് മാത്രം ഈ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പം അതാണ് ഈ ദൈവത്തിന് പടയ്ക്കൽ എന്ന് പറയുന്നത്. നമ്മൾ നേർച്ചയൊക്കെ വെക്കില്ലേ, അതേപോലെ തന്നെ. അതിനുശേഷം എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അതിശയമായി തോന്നിയത് അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കാരണം ഇഡ്ഡലിയും ചിക്കൻ കറിയുമായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഫെസ്റ്റിവൽ സമയത്ത് നിങ്ങളെങ്ങനെയാണ് നോൺ വെജ് കഴിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എല്ലാ വീട്ടിലും ദീപാവലിയുടെ അന്ന് നോൺ വെജ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഇഡ്ഡലിയും മട്ടൻ കുഴമ്പും ആയിരിക്കും അത്രേ. എന്നിട്ട് ആ ദിവസം മുഴുവൻ അവർ നോൺ വെജ് കഴിക്കും. അതിൻ്റെ അടുത്ത ദിവസം അവർ ഫുള്ള് വ്രതം അനുഷ്ഠിക്കും. വൺ ഡേ ഈവനിങ് വரைക്കും അവർ വ്രതം അനുഷ്ഠിച്ചിട്ട് അവർ കയ്യിലൊരു കയറൊക്കെ കെട്ടിയിട്ടാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. അതിന് ശേഷം നെക്സ്റ്റ് 3 ഡേയ്സ് അവർ നോൺ വെജ് കഴിക്കില്ല. എന്നിട്ട് ഈ കയറൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവർ നോൺ വെജ് കഴിക്കുക. അപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിനുശേഷം ഞങ്ങൾ ഈവനിങ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് പിന്നെ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി താഴോട്ട് പോയിരുന്നു.